Hi everyone, welcome to my classroom. Now we are going to discuss about elements of cost. These elements of cost. The elements of cost are those elements which constitute the cost of manufacture of a product. We can broadly divide these elements of cost into three categories. In a manufacturing organization, we convert raw materials into finished product with the help of labor and other services. These services are material, labor and expenses. ഓക്കെ അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മാനുഫാക്ചർ ചെയ്യാനായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സിനെയാണ് നമ്മൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഈ എലമെൻറ്റ്സിനെ നമ്മൾ ബ്രോഡായിട്ട് 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. മാനുഫാക്ചറിങ് ഓർഗനൈസേഷനിൽ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗൂഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഈ 3 എലമെൻറ്റ്സിൻ്റെ ഹെൽപ്പോടു കൂടിയാണ്. ദാറ്റ് മീൻസ് ലേബർ, അതുപോലെ മറ്റ് സർവീസസ്. ലേബർ മീൻസ് എന്താണ്, ലേബേഴ്സ്, വർക്കേഴ്സും മറ്റ് സർവീസസിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. ദീ സർവീസസ് ആർ മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. അതായത് ഈ സർവീസസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും അതിൽ ഉൾപ്പെടാത്ത ബാക്കിയുള്ള എക്സ്പെൻസസും കൂടിയാണ്. ഇങ്ങനെയാണ് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസിന് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഈ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ചാർട്ടിൻ്റെ ഫോമാണ് നമ്മൾ പറയുന്നത്. ദറ്റ് മീൻസ് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, അതർ എക്സ്പെൻസസ്. Here, the material, labor and expenses are again divided into two, direct and indirect. Direct material, indirect material, direct labor, direct expenses and indirect expenses. The sum total of all the direct expenses, that means direct material cost, direct labor cost and direct expenses are known as prime cost. അത് നമ്മൾ ഇനി ലേറ്റർ ക്ലാസ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റിൽ തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ദി സം ടോട്ടൽ ഓഫ് ഓൾ ദ 3 ഐറ്റംസ് ആർ നോൺ ആസ് ഓവർ ഹെഡ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസിനും ചേർത്ത് നമ്മൾ ഓവർ ഹെഡ് എന്ന് വിളിക്കും. ഡയറക്റ്റ് ആയിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസിനും ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും, പ്രൈം കോസ്റ്റ് എന്നും വിളിക്കും. ഓക്കെ, ദെൻ ഓരോ എലമെൻറ്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. വാട്ട് ഈസ് ദ ഡയറക്റ്റ് മെറ്റീരിയൽ? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ റോ മെറ്റീരിയൽസ് ഓർ ഗൂഡ്സ് നെസസറി ടു പ്രൊഡ്യൂസ് ഓർ മാനുഫാക്ചർ എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദി കോസ്റ്റ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ വാരീസ് അക്കോർഡിംഗ് ടു ദി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നതിൽ കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്രത്തോളം വരും എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവർ എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, മിൽക്ക് ഈസ് എ ഡയറക്റ്റ് മെറ്റീരിയൽ ഓഫ് ഗീ. ഗീ ഉണ്ടാക്കാനായിട്ട് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്, അല്ലെങ്കിൽ മിൽക്കാണ് അല്ലേ. അപ്പോൾ മിൽക്കാണ് മെയിനായിട്ടുള്ള മെറ്റീരിയൽ ഏത് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഗീ പ്രൊഡ്യൂസ് ചെയ്യാൻ. അതുപോലെ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ശരിക്കും മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്, മെറ്റീരിയൽസ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ഫിനിഷ്ഡ് പ്രോഡക്റ്റിൽ പ്രസൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കോട്ടൺ ഇൻ ടെക്സ്റ്റൈൽസ് മിൽ. ഓക്കെ, ടെക്സ്റ്റൈൽസ് മില്ലിൽ ഡയറക്റ്റ് മെറ്റീരിയൽ കോട്ടൺ ആണ്. ക്ലേ ഇൻ ബ്രിക്സ്. ബ്രിക്സ് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് എന്താണ്, ക്ലേ ആണ് വേണ്ടത്. ലെതർ ഇൻ ഷൂ. ഷൂ മേക്ക് ചെയ്യാൻ ലെതർ ആണ് വേണ്ടത്. സ്റ്റീൽ ഇൻ മെഷീൻ. ക്ലോത്ത് ഇൻ ഗാർമെൻറ്റ്. ടിമ്പർ ഇൻ ഫർണിച്ചർ. തടി വേണം എന്ത് ഉണ്ടാക്കാനായിട്ട്, ഫർണിച്ചർ ഉണ്ടാക്കാൻ. ഗോൾഡ് ആൻഡ് സിൽവർ ഇൻ ജ്വല്ലറി. ജ്വല്ലറി ഉണ്ടാക്കാനായിട്ട് എന്ത് വേണം, ഗോൾഡോ സിൽവറോ വേണം. അതാണ് അവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ട് വരിക. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്, മെയിനായിട്ടുള്ള മെറ്റീരിയൽ ഏതാണോ ദാറ്റ് ഷുഡ് ബി നോൺ ആസ് ഡയറക്റ്റ് മെറ്റീരിയൽ. That can be conveniently be identified with and allocated to a particular job, process or product. ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ്, പ്രോഡക്റ്റ് അല്ലെങ്കിൽ ജോബിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കൺവീനിയൻ്റ്ലി നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ബി ഐഡൻറ്റിഫൈഡ് വിത്ത് ആൻഡ് അലോക്കേറ്റഡ് ടു എ പെർട്ടിക്കുലർ ജോബ്, product or process. Okay, clear അല്ലേ? ഇനി what is indirect material? It refers to the material which we require to produce a product but it is not directly identifiable. It does not form a part of finished product.
അതായത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് ആവശ്യമാണ്, പക്ഷേ എന്തല്ല, ആ ഒരു മെറ്റീരിയൽ കൊണ്ടല്ല ശരിക്കും ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഡയറക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദി കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഡസ് നോട്ട് വാരി ഇൻ ദി ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് പ്രോഡക്റ്റ്. കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നോട്ട് വാരി വിത്ത് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് പ്രോഡക്റ്റ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു ഫർണിച്ചർ മേക്ക് ചെയ്തു, തടി ഉപയോഗിച്ച് ടിമ്പർ ഉപയോഗിച്ച് നമ്മളൊരു ഫർണിച്ചർ മേക്ക് ചെയ്തു. ആ ഫർണിച്ചർ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിന് പോളിഷ് ചെയ്യും അല്ലേ. അപ്പോൾ ആ പോളിഷ് എന്ന് പറയുന്നതും നമ്മൾ അതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്, ആ ഫർണിച്ചർ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. പക്ഷേ അത് എന്താണ്, ഇൻഡയറക്റ്റ് ആണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അല്ലെങ്കിൽ നമ്മൾ ഫർണിച്ചർ മേക്ക് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ നെയിൽസ് ഒക്കെ ഉപയോഗിക്കും, ആണിയൊക്കെ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ആ സമയത്ത് അത് ടിമ്പറാണ് മെയിനായിട്ടുള്ള റോ മെറ്റീരിയൽ. അതുകൊണ്ട് ടിമ്പർ ഡയറക്റ്റ് മെറ്റീരിയലും അതിന് യൂസ് ചെയ്യുന്ന ആണികളൊക്കെ ഉണ്ടല്ലോ, അതെന്താണ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസുമാണ്. ക്ലിയർ ആണോ? ഇനി ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് പറഞ്ഞാൽ എന്താണ് ശരിക്കും മീനിങ് പറയുകയാണെങ്കിൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽസ് വിച്ച് cannot conveniently be identified with a particular product, job or process. Clear അല്ലേ? That cannot be allocated to job or process. ഡയറക്റ്റ് ആയിട്ട് നമുക്കത് അലോക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ എക്സാമ്പിൾ എഴുതണം നിങ്ങൾ. എക്സാമ്പിൾ ഇതിൻ്റെ മീനിങ് ഒക്കെ എഴുതി വയ്ക്കുമ്പോൾ അതിന് കൂടെ എക്സാമ്പിൾ എഴുതാം. ഇൻഡയറക്റ്റ് മെറ്റീരിയൽസിന് എക്സാമ്പിൾ ഓയിൽ, ഗ്രീസ്, ലൂബ്രിക്കൻസ്, കൺസ്യൂമബിൾ സ്റ്റോർസ്, ക്ലീനിങ് മെറ്റീരിയൽ, കോട്ടൺ വേസ്റ്റ്, കോൾ, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് വരുന്നത്. Then we are going to direct labor and indirect labor. First, direct labor. എന്താ ശരിക്കും ലേബർ എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? വർക്ക് ഫോഴ്സ് എൻഗേജ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ, അതാണ് ലേബർ എന്ന് പറയുന്നത്. റെമ്യൂണറേഷൻ ഓൺ ലേബർ ഈസ് കോൾഡ് വേജസ് അല്ലേ. റെമ്യൂണറേഷൻ, ലേബറിൻ്റെ മുകളിൽ കൊടുക്കുന്ന റെമ്യൂണറേഷനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? വേജസ്. അപ്പോൾ ഈ ഡയറക്റ്റ് ലേബർ എന്നുള്ളത് ചില കേസിലൊക്കെ ഡയറക്റ്റ് വേജസ് പറഞ്ഞിട്ടാണ് തരാറുള്ളത്. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഡയറക്റ്റ് ലേബർ ആണ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡയറക്റ്റ് ലേബർ ഈസ് ദി ലേബർ വിച്ച് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ബി ഐഡൻറ്റിഫൈഡ് വിത്ത് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ജോബ് ഓർ പ്രോസസ്സ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിലേക്ക് പ്രോസസ്സിലേക്ക് നമുക്ക് കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഡയറക്റ്റ് ലേബർ. ദാറ്റ് ഈസ് ഡയറക്റ്റ് ലേബർ ഈസ് ഡയറക്റ്റ്ലി എൻഗേജ്ഡ് ഓൺ പ്രൊഡക്ഷൻ. ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷനിൽ എൻഗേജ്ഡ് ആയിരിക്കും അവർ. ഇറ്റ് റെപ്രസെൻറ്റ്സ് വേജസ് പെയ്ഡ് ടു വർക്കേഴ്സ് ഡയറക്റ്റ്ലി എൻഗേജ്ഡ് ഇൻ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽ ടു ഫിനിഷ്ഡ്. ദാറ്റ് ഈസ് റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ള വർക്ക് ഫോഴ്സിനെയാണ് അല്ലെങ്കിൽ വർക്കേഴ്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് ലേബർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി എമൗണ്ട് വിച്ച് പെയ്ഡ് ടു ദി വർക്കേഴ്സ് ഹൂ ആർ ഡയറക്റ്റ്ലി എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഗൂഡ്സ്. ഓക്കെ, ഇറ്റ് വാരീസ് ഡയറക്റ്റ്ലി വിത്ത് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ലെവലിന് മാറുന്നതിനനുസരിച്ചിട്ട് ഇതിലും വേരിയേഷൻ വരും. ഡയറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എൻഗേജ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ് ഡയറക്റ്റ് ലേബർ. ഇനി എന്താണ് ഇൻഡയറക്റ്റ് ലേബർ? അതെന്താവില്ല, നോട്ട് ഡയറക്റ്റ്ലി വിത്ത് വേരി വിത്ത് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഡയറക്റ്റായിട്ട് അത് അതായത് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡയറക്റ്റ്ലി എന്ത് ഇല്ല, അതിന് മാറ്റം വരില്ല. ഇറ്റ് റെപ്രസെൻറ്റ് ദി എമൗണ്ട് പെയ്ഡ് ടു വർക്കേഴ്സ് ഹു ആർ ഇൻഡയറക്റ്റ്ലി എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻഡയറക്റ്റായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള വർക്കേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലേബർ വിച്ച് is not directly engaged on production. It cannot be conveniently identified with a particular product, job or process. It cannot be directly charged to the production. Indirect labor cost include wages paid to cleaner, inspector, foreman, storekeeper, supervisor, peon, watchman, salesman, director. ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിളാണ് ഇൻഡയറക്റ്റ് ലേബർ. നമ്മൾ പർട്ടിക്കുലർ പ്രോഡക്റ്റിലേക്ക് അത് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹോളായിട്ട് ഓർഗനൈസേഷനെ നോക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഹോളായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്കോ ഒരു പർട്ടിക്കുലർ ജോബിലേക്കോ പ്രോസസ്സിലേക്കോ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്ത് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആണ്. മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും അല്ലാത്ത എല്ലാ എക്സ്പെൻസിനും ചേർത്ത് നമ്മൾ വിളിക്കുന്നതാണ് അതർ എക്സ്പെൻസസ്. ഓൾ ദി കോസ്റ്റ് അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് ലേബർ ആർ കോൾഡ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് ആർ ടു ടൈപ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്.
Direct expenses are those expenses which are neither direct material nor direct labor but are directly charged to the product, process or job. ഡയറക്റ്റ് മെറ്റീരിയലും അല്ല, ഡയറക്റ്റ് ലേബറും അല്ല, പക്ഷേ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഡയറക്റ്റായിട്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ദീസ് ആർ സ്പെഷ്യലി ഇൻകേർഡ് ഓൺ പ്രൊഡക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ ജോബ് ഓർ പ്രോസസ്. ഓക്കെ, ഇനി ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഓൾസോ നോൺ ആസ് ചാർജിയബിൾ എക്സ്പെൻസസ്. നോട്ട് ദ പോയിന്റ്, ചാർജിയബിൾ എക്സ്പെൻസസ്. ചാർജബിൾ എക്സ്പെൻസസ്, വാട്ട് യു മീൻ ബൈ ചാർജബിൾ എക്സ്പെൻസസ്? എപ്പോഴും 2 മാർക്കിന് കാണാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് യു മീൻ ബൈ ചാർജിയബിൾ എക്സ്പെൻസസ്? അപ്പോൾ എന്താ നിങ്ങൾ എഴുതേണ്ടത്? ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ മീനിങ് തന്നെയാണ് എഴുതേണ്ടത്. പ്രൈം കോസ്റ്റ്, പ്രോഡക്റ്റ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ചാർജബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ വേറൊരു പേരാണ്. ക്ലിയർ അല്ലേ? ദെൻ ഇറ്റ് റെഫേഴ്സ് ടു ദി എക്സ്പെൻസ് ദാറ്റ് ആർ സ്പെസിഫിക്കലി ഇൻകേർഡ് ബൈ എൻ്റർപ്രൈസസ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ്. ദി പ്രൊഡക്ഷൻ കനോട്ട് ടേക്ക് പ്ലേസ് വിത്തൗട്ട് ഇൻകറിങ് ദീസ് എക്സ്പെൻസസ്. ഇറ്റ് വാരി ഡയറക്ട്ലി വിത്ത് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ലെവൽ ഓഫ് പ്രൊഡക്ഷൻ മാറുന്നതിനനുസരിച്ച് മാറുകയും ചെയ്യും. ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വരുന്ന മറ്റ് എക്സ്പെൻസിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. ഇനി എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ ഡ്രോയിങ്സ്, ഡിസൈൻസ്, പാറ്റേൺസ്, മോഡൽസ്. എക്സ്പെരിമെൻ്റൽ കോസ്റ്റ്, അതേപോലെ കോസ്റ്റ് ഓഫ് പാറ്റൻറ്റ് ആൻഡ് റോയൽറ്റി, ട്രാവലിംഗ് എക്സ്പെൻസ് ടു ദി സൈറ്റ്, ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യിക്കാം, ഡയറക്റ്റ് എക്സ്പെൻസസിൽ പറയാം. ഇനി വാട്ട് ഈസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്? These are those expenses which cannot be identified with a particular product or job. They are apportioned to or absorbed by cost centers or cost unit. They include all the indirect cost other than indirect material and indirect labor. ഇൻഡയറക്റ്റ് മെറ്റീരിയലും അല്ല, ലേബറും അല്ലാത്ത ബാക്കിയുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് വിളിക്കുന്നത്. That is incurred in the organization to produce a product, but it cannot be directly identified. ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ആക്യുറേറ്റ് ആയിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇന്ന പ്രോസസ്സിലേക്ക് വന്നതാണ്, ഇന്ന ജോബിലേക്ക് വന്നത്, ഇന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇത്ര എക്സ്പെൻസ് ആണ് വന്നതെന്ന് പറഞ്ഞിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് വിളിക്കുന്നത്. പവർ എക്സ്പെൻസസ്, പ്രൊഡക്ഷൻ, ഏതെങ്കിലും പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും എനി ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയിലും എൻഗേജ്ഡ് ആവശ്യമായിട്ടുള്ളൊരു എക്സ്പെൻസാണ് പവർ എന്ന് പറയുന്നത്. ഏതിലേക്കാണെന്നുള്ളത് നമുക്ക് ഡയറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനുള്ള എക്സാമ്പിൾസ്: റെൻറ്റ്, ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, റേറ്റ്, ടാക്സ്, ഇൻഷുറൻസ്, ഡിപ്രീസിയേഷൻ, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, ക്യാരേജ്, അഡ്വർടൈസിങ്, പവർ ആൻഡ് ലൈറ്റിംഗ്. ഇതെല്ലാം ഹോളായിട്ട് വരുന്നത് ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിലേക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രൈം കോസ്റ്റ് ആണ്. വാട്ട് ഈസ് എ പ്രൈം കോസ്റ്റ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, ദി സം ടോട്ടൽ ഓഫ് ഓൾ ദി ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ നോൺ ആസ് പ്രൈം കോസ്റ്റ്. It is a direct cost incurred in the process of manufacturing a product and typically includes the direct production cost of goods, including raw material, direct labor cost. It is an essential part of total manufacturing expenses. ടോട്ടൽ മാനുഫാക്ചറിങ് എക്സ്പെൻസസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയലിനും ഡയറക്റ്റ് ലേബറിനും ഡയറക്റ്റ് എക്സ്പെൻസിനും ചേർത്ത് വിളിക്കുന്നതാണ് പ്രൈം കോസ്റ്റ്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? ഓവർ ഹെഡാണ്. ഓക്കെ, അപ്പോൾ പ്രൈം കോസ്റ്റിന് മറ്റ് നെയിമുകളുണ്ട്. ഫസ്റ്റ് കോസ്റ്റ്, ബേസിക് കോസ്റ്റ്, ഫൗണ്ടേഷൻ കോസ്റ്റ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യുക. പ്രൈം കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? ഫസ്റ്റ് കോസ്റ്റ്, ബേസിക് കോസ്റ്റ് ഓർ ഫൗണ്ടേഷൻ കോസ്റ്റ്. ഇനി ഓവർ ഹെഡാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കോസ്റ്റ്. ദി സം ടോട്ടൽ ഓഫ് ഓൾ ദീസ് 3 items are known as overhead cost. ഓക്കെ, ഇനി ഓവർഹെഡ് കോസ്റ്റിനും നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷൻ്റെ ബേസിൽ ഓവർഹെഡിനെ ഡിവൈഡ് ചെയ്യുന്നത് ഫാക്ടറി ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്,
ഓക്കെ. ഇപ്പോൾ ഫാക്ടറി ഓവർ ഹെഡായിട്ട് ഡിവൈഡ് ചെയ്യാം, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഡിവൈഡ് ചെയ്യാം, ഓഫീസ് ഓവർ ഹെഡായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതൊക്കെ ക്ലാസിഫിക്കേഷനും ഓവർ ഹെഡ് എന്തിൻ്റെ ബേസിൽ? ഫംഗ്ഷൻ്റെ ബേസിൽ. ഇനി ബിഹേവിയറിൻ്റെ ബേസിൽ ഫിക്സഡ് ഓവർ ഹെഡ്, വാരിയബിൾ ഓവർ ഹെഡ്, സെമി വാരിയബിൾ ഓവർ ഹെഡ് അങ്ങനെ ഡിവൈഡ് ചെയ്യാം. എലമെൻറ്റിൻ്റെ ബേസിലാണെങ്കിൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ബൈ കൺട്രോളബിലിറ്റി, കൺട്രോളബിലിറ്റിയുടെ ബേസിൽ ഓവർ ഹെഡിനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? കൺട്രോളബിൾ ഓവർ ഹെഡ്, അൺകൺട്രോളബിൾ ഓവർ ഹെഡ് ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഇതിൽ ഓരോന്നും നമ്മൾ വളരെ വൃത്തിയായിട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഓവർ ഹെഡും നമ്മൾ ക്ലിയർ ആയി. ഇനി ഓവർ ഹെഡിൻ്റെ മറ്റൊരു പേരാണ് ഓൺ കോസ്റ്റ് ആൻഡ് ബേർഡൻ. അപ്പോൾ ഓവർ ഹെഡ്, ബേർഡൻ, ഓൺ കോസ്റ്റ് ഇതിൽ ഏത് മീനിങ് ചോദിച്ചാലും ഓവർ ഹെഡാണ് എഴുതേണ്ടത്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ബേർഡൻ ആണ്, ബേർഡൻ എന്ന് പറഞ്ഞാൽ ഓൺ കോസ്റ്റ് ആണ്. ഓവർ ഹെഡ്, കോസ്റ്റ് ആർ ബ്രീഫ് എക്സ്പ്രഷൻ ഓഫ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെയും ബ്രീഫ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓവർ ആൻഡ് എബവ് ദി ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ലേബർ. ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും പുറമെ അവിടെ വരുന്ന എക്സ്പെൻഡിച്ചർ, അതിലും കൂടുതലായിട്ട് ഡയറക്റ്റായിട്ട് വരുന്ന മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ് അതിലും അപ്പുറത്തേക്ക് വരുന്ന എക്സ്പെൻസസ് ആണ് ബേർഡൻ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഓവർ ഹെഡായിട്ട് വരുന്നത്. ഓവർഹെഡ് ഈസ് ആൻ അഗ്രിഗേറ്റ്, ഡെഫിനിഷനാണ് കേട്ടോ. ഓവർഹെഡ് ഈസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അത് മൂന്നും ചേർത്തതിനെയാണ് നമ്മൾ ഓവർഹെഡ് എന്ന് വിളിക്കുന്നത്. അക്കോർഡിംഗ് ടു നാഷണൽ അക്കൗണ്ടിംഗ് അസോസിയേഷൻ, ദീസ് ആർ ദി കോസ്റ്റ് വിച്ച് ഹാവ് to be incurred although they have no directly measurable relationship to specific activity units, production or കോസ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള യൂണിറ്റിലേക്ക്, പ്രോഡക്റ്റിലേക്ക്, പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള എക്സ്പെൻസിനെല്ലാം കൂടി ചേർത്താണ് നമ്മൾ ഓവർ ഹെഡ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഈ നോളജ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നെക്സ്റ്റ് പാർട്ടിലേക്ക്, പ്രോബ്ലം പാർട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആണോ?